നിലപാട് മാറ്റം അത് രാഷ്ട്രീയത്തിൽ നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണെങ്കിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പൊ ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ തവണ ഞാൻ തൃത്താലയിൽ മത്സരിക്കുമ്പോ അവിടെ തൃത്താലയിൽ എനിക്ക് എതിരായി പ്രചരണത്തിന് വന്ന ഒരു ദേശീയ യുവ നേതാവ് ഉണ്ടായിരുന്നു. ഈ പട്ടാമ്പിയിൽ അദ്ദേഹം കഴിഞ്ഞ തവണയും വന്നു, അതിന്റെ മുമ്പിലത്തെ തവണയും വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കനയ്യകുമാർ എന്ന് പറയുന്ന യുവ നേതാവ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്. കനയ്യകുമാറിന് മാറാമെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ശരിയായ നിലപാടെടുക്കാൻ ഇനിയും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ഭാവി. ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ സാധിക്കണം. ആ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. CPM-ന് എല്ലാ കാലത്തും അന്ധമായ കോൺഗ്രസ് വിരോധമാണ്. പക്ഷെ CPI എന്ന് പറയുന്ന പാർട്ടി അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും പ്രാദേശിക തലത്തിലായാലും കുറെ കൂടി മനുഷ്യപ്പറ്റുള്ളവരാണ്. കുറെ കൂടി മാന്യമായ രീതിയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന ആളുകളാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ MLA ആയി തൃത്താലയിൽ വന്ന ആദ്യ അവസരത്തിൽ 2012 ഞാൻ അവിടെ പൈതൃകോത്സവം എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പൈതൃകോത്സവ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ടും എന്റെ പാർട്ടിയുടെ, എന്റെ മുന്നണിയുടെ പല പാർട്ടികളും അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർത്തി. പക്ഷെ ഞാൻ ഇന്നും ഓർക്കുന്നത്, അക്കൂട്ടത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ്, അതിലെ വാചകങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ, ഹൃദയത്തിൽ സ്പർശിക്കുന്ന തരത്തിൽ ബാക്കിയുണ്ട്. ആ ഫ്ലക്സ് ബോർഡ് അന്ന് അതവിടെ ഉയർത്തിയത് നിങ്ങളുടെ കൂട്ടരായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, CPI-യുടെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോ നല്ലതിനെ നല്ലതെന്ന് പറയാം, ഉൾക്കൊള്ളാൻ എല്ലാ കാലത്തും നമ്മൾ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒന്നിച്ചു നിന്നപ്പോഴാണ് ഈ കേരളത്തിൽ ഐതിഹാസികമായ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നും കേരളത്തിലെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച സർക്കാർ ഏത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും മികച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ, ഈ കേരളത്തിന് ഒന്നാമതായി പറയാനുള്ള ഉത്തരം സഖാവ് അച്യുതമേനോൻ എന്നാണ്. എന്നെങ്കിൽ ആ അച്യുതമേനോൻ സർക്കാരിനെ യാഥാർത്ഥ്യമാക്കിയത് നമ്മൾ ചേർന്നിട്ടല്ലേ? അങ്ങനെ കോൺഗ്രസും CPI-യും ചേർന്ന് അച്യുതമേനോന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കിയ കാലഘട്ടത്തിലാണ് ഇവിടെ ജന്മിത്തം അവസാനിപ്പിച്ച് ഇവിടെ ഭൂപരിഷ്കരണം നടപ്പാക്കിയത് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് CPM-കാർ സമ്മതിക്കില്ല.